ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. അതാണ് ഇന്നത്തെ വ്ളോഗ്. ഞാനിപ്പോൾ റെഡി ആയിരിക്കുകയാണ്. ഇവിടെ ആരും ഇല്ല. ഇന്ന് ട്യൂസ്ഡേ ആവുകൊണ്ട് എല്ലാവരും കുറേ പേര് ജോലിക്കൊക്കെ പോയി, ബാക്കിയുള്ളവർ ക്ലാസ്സിന് പോയി. അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ ചോദിച്ച് പോയി, അവരൊക്കെ പോയി. ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും. എല്ലാം പാക്ക് ചെയ്ത് താഴെ കൊണ്ടേ വെച്ചിട്ടുണ്ട്. എനിക്കിനി മാർച്ചിൽ എക്സാം ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ വിചാരിച്ചു 4 ദിവസം എക്സാം, ഒരു 3 ലാബും 2 ലാബും ഒരു പ്രൊജക്റ്റൊക്കെ ഉള്ളൂ, പിന്നെ ഒരു ഫെയർവെൽ. അപ്പോൾ അത് ഞാൻ വീട്ടിൽ നിന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് 2 hours അത്ര തന്നെ ഉള്ളൂ. പക്ഷേ ഡെയിലി പോയി വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. ബസ്സിൻ്റെയൊക്കെ കുറച്ച് ഇഷ്യൂ, അതുകൊണ്ടാണ് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 വർഷത്തെ സഹവാസത്തിന് ശേഷം ഞാൻ ഇന്ന് പോവുകയാണ്. സങ്കടം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ നല്ല സങ്കടമുണ്ട്. പ്രത്യേകിച്ച് ജോമിയ, അവളെ ഈ വീഡിയോ കാണും എനിക്കറിയാം. അവൾ എന്നെ മുക്കി മുഖം പോലും തരാണ്ട് രാവിലെ കഴിക്കാൻ പോലും നിൽക്കാണ്ട് പോയി. നല്ല സങ്കടമുണ്ട് ഗായ്സ്. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഇറങ്ങുമ്പോൾ ഇവിടെ ആരും ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പം പ്രളയ അതിനെ കരിഞ്ഞിട്ട് അവിടെ ശ്രീദേവി ഉണ്ടായിരുന്നു. ഞാനും അവൾ ഒരു ക്ലാസ്സിലാണെങ്കിലും അവൾ 2 ദിവസം കൂടി ഇവിടെ നിൽക്കുന്നുണ്ടാവും. എക്സാം സമയത്ത് ഇവിടെ നിൽക്കും. അവൾ നിന്നിട്ടേ വെക്കേറ്റ് ചെയ്യുള്ളൂ. കാരണം അവൾ വീട്ടിലിരുന്നാൽ പഠിക്കില്ല. ഞാനാണെങ്കിൽ വീട്ടിലിരുന്നാലേ പഠിക്കുള്ളൂ. ഇവിടെ സംസാരിച്ചിരിക്കും. അതാണ് ഇവിടുത്തെ വൈബ്. അതാണ് കുറച്ചുകൂടി ഇവിടെ അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് എനിക്ക്. കോളേജിനെക്കാട്ടിലും ഇവിടെയാണ് എനിക്ക് ഇത് ഒരു വേർപിരിയൊരു സങ്കടം. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവൾ എനിക്കൊരു ഫെയർവെൽ ഗിഫ്റ്റ് എന്തൊക്കെയൊക്കെയോ സെറ്റാക്കിയായിരുന്നു. അവൾ എങ്ങനെയൊക്കെയോ അതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഒരു ഡയറി മിൽക്കൊക്കെ തന്നു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഒരു സമയത്ത് ഉണ്ടായിരുന്ന എല്ലാവരും ഇപ്പോൾ പോയി കഴിഞ്ഞു. ഇനി ചുരുക്കം കുറച്ച് പേരുള്ളൂ. ഞങ്ങൾ ഈ സ്റ്റുഡൻസ് കുറച്ച് പേരും. ഇത് ആക്ച്വലി വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് വൈബ് ചെയ്തിരുന്നു. അവരൊക്കെ പോയി, എല്ലാവരും പോയി. ഇനിയിപ്പോൾ 2-3 പേരും ഇവിടെ ഞങ്ങൾ ഈ സ്റ്റുഡൻസും ഇവരൊക്കെയും ഈ മാസം നെക്സ്റ്റ് മാർച്ചായിട്ട് വെക്കേറ്റ് ചെയ്യും. ഞാനാണ് ആദ്യം പോകുന്നത്. പിന്നെ സരിക ചേച്ചി ആദ്യത്തെ വ്ളോഗിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആളും പോയി. നമ്മുടെ ടീംസ് എല്ലാവരും പോയി. അങ്ങനെ ഹോസ്റ്റൽ ഞങ്ങൾ കൈമാറുകയാണ് പുതിയ ആൾക്കാരിലേക്ക്. ഇനിയിപ്പോൾ ഇവിടെ വരാൻ ചാൻസ് ഇല്ല. ഈ ഹോസ്റ്റൽ എന്തായാലും വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പോയപ്പോൾ എനിക്കിങ്ങനെ ആലോചിച്ച് ഒരുമാതിരിയാവുക. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോട് സംസാരിച്ചിരിക്കാം. ആരെങ്കിലും വിളിച്ചാൽ അതും പറഞ്ഞു ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും. അതിനെനിക്ക് വയ്യ. അപ്പോൾ എൻ്റെ ഒരു ഡിഫെൻസീവ് മെക്കാനിസമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. ഞാനിങ്ങനെ വെൻറ്റിങ് ഔട്ടാണ്. ജീവിതത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കും. നമ്മളൊക്കെ ശക്തിയോടുകൂടി നേരിടണം അല്ലേ? പക്ഷെ എനിക്ക് മാറ്റങ്ങൾ ഇഷ്ടമല്ല ഗൈസ്. മാറ്റങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ പാടാണ്. ഇനിയിപ്പോൾ കോളേജ് ലൈഫ് ഇല്ല, കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ജോലി, അങ്ങനെ ഞാൻ ജോലിയല്ല PG എടുക്കണം കരുതിയിട്ടാണ്. എന്നാൽ പോലും നമ്മൾ ഈ ഒരു കാലം കഴിഞ്ഞല്ലോ എന്നുള്ളത് റിയലൈസ് ചെയ്യുമ്പോൾ വെരി ബാഡ്. ഇതിനെക്കാട്ടിലും വീട്ടിൽ പോയാലായിരിക്കും കുറച്ചുകൂടി ഇങ്ങനെ മിസ് ചെയ്യാം. കാരണം അവിടെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സംസാരിക്കാനൊന്നും ആരുമില്ല. എൻ്റെ അമ്മ അധികം ഒന്നും സംസാരിക്കില്ല, ആവശ്യത്തിനേ സംസാരിക്കും. ഇതുപോലെ വള പറയാൻ ആരും ഇല്ലല്ലോ. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഇനിയില്ല. അതുകൊണ്ട് ഞാൻ ഒത്തിരി മിസ് ചെയ്യും. നല്ല സങ്കടമുണ്ട്. അവളവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞു പൊളിച്ചേനെ. പക്ഷെ എന്നാലും ഞാൻ രാവിലെ ചെറുതായിട്ട് കരഞ്ഞു. അതുവരെയൊക്കെ പിടിച്ചിരുന്നു. പക്ഷെ എല്ലാവരും ഇങ്ങനെ ഓക്കെ ബായ് പിന്നെ കാണാന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സാധനം ഇവിടെ ഇങ്ങനെ നിൽക്കുക. ഇപ്പം വീഡിയോ അല്ലേ കരയണ്ട വെച്ചിട്ട് ഞാനിങ്ങനെ പിടിച്ചിരിക്കുക. അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ആലോചിച്ചോണ്ടിരുന്നാൽ ചിലപ്പോൾ വിഷമമാണ്. ഇതെൻ്റെ ഫസ്റ്റ് ഹോസ്റ്റൽ ജീവിതമാണ്. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കില്ല എന്നൊക്കെ കരുതിയിട്ടാണ് പാലക്കാടുള്ള കോളേജസിൽ എന്നെ കൊടുത്തത്. പക്ഷേ ലാസ്റ്റ് പല കാരണങ്ങളാൽ ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വന്നു.
അപ്പോൾ അങ്ങനെ 3 വർഷം ക്ലാസ് ആണെങ്കിലും നമ്മൾ 1 വർഷം എന്ന് പറയാൻ പറ്റില്ലല്ലോ, അത് പകുതിന്ന് ഞങ്ങൾക്കൊരു നവംബർ ഡിസംബറൊക്കെ ആയിട്ടാണ് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഞാൻ 2 വർഷം എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ വിശേഷം, വേറെ ഒന്നുമില്ല. ഒരു സങ്കടകരമായൊരു ബ്ലോഗ്. ഇങ്ങനെ കയറി ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കിട്ട് ഇവിടെ അറ്റത്ത് സങ്കടം, ഇവിടെ ഒരു ഉണ്ട. പോകുമ്പോൾ അവിടെ ആരും ഇല്ല, അതുകൊണ്ട് എനിക്കൊരു കുറച്ചൊരാശ്വാസം. കാരണം എല്ലാവരും കൂടി ഇവിടെ നിന്ന് പലവരും പോകുമ്പോൾ കുറേ പേര്, ഇവിടെ ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ജൂനിയറായി വന്നൊരു കുട്ടീനായിരുന്നു. അവൾ ഇടയിൽ വെച്ച് ട്രാൻസ്ഫർ ആയി പോയി. അപ്പോൾ അവൾ പോകുമ്പോൾ അവളൊരു 2 മാസമൊക്കെ തന്നെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ എന്നാൽ പോലും ഞങ്ങളെല്ലാവരും ഇല്ല, താഴെ നിന്ന് ടാറ്റ ബൊബൈ എന്ന് പറഞ്ഞേക്കുമ്പോൾ എല്ലാവരും അന്ന് നല്ല സങ്കടമായി. അതുപോലെ ഇതും ഭയങ്കര ഇമോഷണലായി. പക്ഷേ നന്നായി, അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ വ്ളോഗ് എനിക്കറിയാം കുറേ ഞാൻ വളവള പറഞ്ഞുകൊണ്ടിരിക്കും, കാരണം എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയണോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞു പോകും. അതുകൊണ്ടാണ് ഗൈസ്, നിങ്ങൾക്കറിയാം ബോറടിക്കണ വ്ളോഗായിരിക്കാം ഗൈസ്, സോറി. ഈ വ്ളോഗ് അങ്ങനെ ഒരു വ്ളോഗാണ്. നെക്സ്റ്റ് വ്ളോഗ് നമുക്കൊക്കെ സെറ്റാക്കാം. ഇനിയിപ്പോൾ സ്റ്റഡി ലീവാണ് ഞങ്ങൾക്ക്. മാർച്ച് 13th 15th 18th 25 ഈ 4 ദിവസം എക്സാമും പിന്നെ ലാബ് പ്രാക്ടിക്കൽസ് ഏതെങ്കിലും ഏപ്രിൽ എപ്പോഴേലും ആവും, അത് പറഞ്ഞിട്ടില്ല. അതും കൂടെ ഉള്ളൂ. അപ്പോൾ അതുവരെ ഇപ്പോൾ അതിനിപ്പോൾ 10 ദിവസം സ്റ്റഡി ലീവ്, വീട്ടിൽ പോയിട്ട് വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പഠിക്കണം. ലാസ്റ്റ് എക്സാം 25, അപ്പോൾ അതിന് മാത്രം ഒരു 6 days ലീവ് കിട്ടും. മറ്റേത് 18th. ബാക്കിയുള്ള എക്സാമിനൊക്കെ ഇപ്പം തന്നെ ഇരുന്ന് പഠിക്കണം. അപ്പോൾ പഠിക്കണം എന്നാലും. ഓക്കെ ഗൈസ്, ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ബാക്കി ഇന്നലത്തൊക്കെ ചെറിയ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഗിഫ്റ്റ് അവൾ തന്നതും അവളുടെ കുറച്ച് വാക്കുകളും പങ്കുവെച്ചതും എല്ലാം ഞാൻ ഇവിടെ ഇടുന്നതായിരിക്കും. വ്ളോഗ് തുടങ്ങാൻ വൈകിപ്പോയി. പണ്ടേ തുടങ്ങിയിരുന്നെങ്കിൽ കുറേ ഉണ്ടായേനെ. എനിക്കപ്പോൾ ആ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, എന്നാലും ഞാനിങ്ങനെ എടുക്കണോ വേണ്ടേ അങ്ങനെ ഒരു ഇതിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറേ എൻ്റർടൈനിങ് സാധനങ്ങൾ നിങ്ങൾക്ക് കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഇനി നമ്മൾ എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നൊക്കെ കാണാം. ജീവിതത്തിൽ വേറൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ. റിയാലിറ്റി ഈസ് വെരി പാഡ് ടു അക്സെപ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. 8 മിനിറ്റായി. ഇത്രയും നേരം ആരാണ് എൻ്റെ ഈ വളവള കേട്ടിരുന്നത് എനിക്കറിയില്ല. എൻ്റെ സങ്കടം പങ്കുവെച്ചതാണ് ഞാൻ. കേട്ടിരുന്നവർക്ക് നന്ദി, നമസ്കാരം. യെസ്, ഐ നോ ദിസ് വിൽ ബി എ ബോറിംഗ് വ്ളോഗ്, ബട്ട് ഐ കാൻ ഡു എനിത്തിങ്. ഓക്കെ ഗൈസ്, ബൈ. ഇനി ഞാൻ വീട്ടിലെത്തിയിട്ട് പറ്റുകയാണെങ്കിൽ എടുക്കാം, നോക്കട്ടെ. അപ്പോൾ ഇന്ന് ഭയങ്കര സങ്കടകരമായ ഒരു ദിവസമാണ്, പ്രത്യേകിച്ച് ജോമിയൊക്കെ. കാരണം അവളുടെ ഭയങ്കര വിലപ്പെട്ട ഒരു സ്വത്ത് അവൾ കുറച്ച് കാലത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അതെ, അവൾ പറയാനില്ലെങ്കിൽ അവളുടെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം. അതെ, ആ സൈഡിലാണ്, അവിടെയാണല്ലോ ഹൃദയം. അതുകൊണ്ടാണ് അവിടെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ 2 വർഷത്തെ നീണ്ട ഹോസ്റ്റൽ വാസത്തിന് ശേഷം ഞാൻ നാളെ വെക്കേറ്റ് ചെയ്യണം ഗായ്സ്. ജോമി എന്നെ തോണ്ടി കാണിച്ചിട്ടാണ് ഗായ്സ്. എനിക്ക് സാധനം കാണിച്ചാൽ ലുക്ക് ഇറ്റ് ദിസ്. എനിക്ക് ഇത്രയും വലിയൊരു ഡയറി മിൽക്ക് ലോകത്തിൽ തന്ന ഒറ്റ മനുഷ്യത്തിവളായിരിക്കും. അതിൽ എനിക്ക് സന്തോഷമുണ്ട്, കുറച്ച് സങ്കടമുണ്ട്. അവള് എനിക്ക് ഫെയർവെൽ ഗിഫ്റ്റ് അങ്ങനെ ഒരു വാക്കുണ്ടോ? അങ്ങനെ നമുക്ക് പറയാം. അതാണിത്, ഡയറി മിൽക്ക് സിൽക്ക്. അവളുടെ ഹൃദയം എൻ്റെ ഒപ്പം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവള് ഹാർട്ട് ബ്ലഷിന്റെ ഒക്കെ സാധനം എനിക്ക് മേടിച്ച് തന്നിരിക്കണു. പിന്നെ അവളുടെ കണ്ണിൽ നിങ്ങൾക്ക് കണ്ണീര് കാണാം, കണ്ടില്ലേ? പിന്നെ അവൾക്ക് കണ്ണീര് വന്നപ്പോൾ അവള് പോയി കുളിച്ചു ഗൈസ്. പിന്നെ ഇവിടെ ഒരു കാര്യം ഗൈസ്, ഇനി ഇവിടെ ആര് എൻ്റെ റൂമിൽ വരുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്തായാലും അവരെങ്കിലും ഇത് കണ്ടിട്ടൊന്ന് ഇൻസ്പയർ ആകട്ടെ. ഞാൻ ബാക്ക് ക്യാമറയിൽ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചത്. ഇത് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിലൊക്കെ എഴുതി വെച്ചതാണ്. എന്താ ചെയ്യുക, എന്നും രാവിലെ നീറ്റ് വായിച്ചിട്ട് ഇൻസ്പയർ ആയിട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങണം വിചാരിച്ചാണ്. നടന്നില്ല. ഇനി ഒന്നും കൂടിയുണ്ട്, ഇവിടെ ഒന്നും കൂടിയുണ്ട്. യെസ്, ഈ സ്റ്റാൻഡും ബെഡും എൻ്റെ ഷെൽഫും ഒക്കെ ഞാൻ അത്രയും ആത്മാർത്ഥതയോടുകൂടി ഭയങ്കര വൃത്തിയായി സൂക്ഷിച്ചിരുന്നതാണ്.
അവരത് അങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അതിന് നല്ല സങ്കടം വിട്ടു കൊടുക്കുന്നതിൽ. ഇല്ല, കട്ടിലെടുത്തോണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇട്ടിട്ട് പോവാണ്. എന്നാലും പ്ലീസ് ഇത് വരണ ഇത് ഗൈസ്, ഇനി ഇവിടെ വരുന്ന ആൾക്കാർ നീ ഇവിടെ ഉണ്ടാവുക, ദയവ് ഇത് അവർക്ക് ഈ വ്ളോഗ് കാണിച്ചു കൊടുക്കണം. അവരോട് പ്രത്യേകം പറയണം, എല്ലാം നേരെ നോക്കണം. അതെ പ്ലീസ് ആ കുട്ടി ഇപ്പോൾ ഇത് കാണുകയാണെങ്കിൽ പ്ലീസ് കുട്ടി എല്ലാം വൃത്തിയാക്കി വെക്കണം. ഞാൻ നല്ല രീതിക്ക് കൊണ്ടുപോയ ഒരു സ്ഥാപനമാണിത്, റൂം. അപ്പോൾ നിങ്ങൾ അതുപോലെ സൂക്ഷിക്കണം. പിന്നെ ഈ വാക്കുകളൊക്കെ കണ്ടിട്ടും നിങ്ങൾ ഇൻസ്പയർ ആയി നല്ല വലിയൊരാളാവട്ടെ ജീവിതത്തിൽ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതൊക്കെയാണ് വിശേഷം. വേറെ ഇവിടെ ഗീതു ചേച്ചി, അലീന, ശ്രീദിവ്യ ഒക്കെ ഉണ്ട്. എല്ലാവരും ഇവിടെ എന്തൊക്കെയോ ഫോൺ എടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ പറയണേ ബാക്കിൽ കമന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷം ആഘോഷിക്കണം. അതല്ലേ അങ്ങനെയാണല്ലോ പറയാ. സമ്മതിച്ചില്ല. വളരെ നല്ലൊരു കുട്ടിയായിരുന്നു. പോകുന്നതിന് ചെറുതായിട്ടൊരു സങ്കടമുണ്ട്, എന്നാലും കരയത്തൊന്നുമില്ല. ഞാൻ പോയി കഴിഞ്ഞ ആഴ്ച ഇവള് പോകുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതെ, ഇവൾക്ക് എന്റെ വർക്ക് എടുത്ത് തിന്നാ, അത് കുഴപ്പമില്ല. അതേപോലെയാണ് ഇവളുടെ എന്റെ വർക്ക് ഊട്ടി വർക്ക്. അത് ഇവിടെ തിന്നാന്ന് വെച്ചാ കഴിഞ്ഞ നല്ല സാധനം തിന്നാൻ കിട്ടും വിചാരിച്ചു അവളത് എടുക്കാതെ സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാൻ ബുദ്ധിപരമായ അതിൽ കവറകളാ. അതെന്താണെന്ന് പറയാ, ചായ കുടിക്കാൻ നേരത്ത് അതിലൊരു വർക്കി ഉണ്ടായിരുന്നുള്ളൂ. വർക്കി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, വർക്കി ഊട്ടി വർക്കി ആ സാധനം. അപ്പോൾ ഞങ്ങൾക്ക് ചായക്ക് ഒരു സ്നാക്സ് ഉണ്ടാവും. വന്നാൽ ഒറ്റ സാധനം ഉണ്ടായിരുന്നുള്ളൂ പാക്കറ്റിൽ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ ചേച്ചി ഉള്ളിൽ എന്തോ മുറിക്കണ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ച് സാധാരണ തേങ്ങാപ്പണ്ണ് തരാറുണ്ട്, അപ്പോൾ ഇതില്ലാത്തതുകൊണ്ട് അതെടുത്ത് തരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എടുക്കണോ പോണോ? പക്ഷെ അവൾ എടുത്തില്ല, എടുത്തിട്ട് നക്കി നോക്കി. അല്ല, അത് ഞാൻ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ എന്റെ കയ്യിൽ ഇച്ചിരി പൊടിയായി. അപ്പോൾ ഞാൻ ഇങ്ങനെ നക്കി നോക്കി. തിന്നിട്ടുണ്ടാവും. എന്നിട്ട് അവള് മറ്റേതെടുത്ത് തിന്നോണ്ട് പോവുകയും ചെയ്തു. അവിടെ തേങ്ങാപ്പണ്ണൊട്ട് ഉണ്ടായിരുന്നതുമില്ല. ഇതെന്താ കിട്ടിയേ? ഒന്നും കിട്ടിയില്ല. ഇല്ല, രാവിലത്തെ ഉണങ്ങിയ വെള്ളപ്പം ഇല്ല, തിന്നില്ല. അപ്പം എന്തോ ആ സാധനം അതാണ് ഗൈസ്. അങ്ങനെ അവളെന്നെ അവിടെയും ചതിച്ചു ഗൈസ്. ഞാനോ നിന്നോട് ആരാടുത്ത് തിന്നാതിരിക്കാൻ പാവല്ലേ? അങ്ങനെ നീ ചിന്തിക്കാം. അല്ല കേട്ടോ, സത്യം ഞാനിപ്പോ അത് നീ എടുക്കണ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് മറ്റേത് കിട്ടൂല. അല്ല എനിക്കല്ല, നമുക്ക് ഞാൻ കിട്ടിയതില്ല. അതാണ്ടായ എക്സാമും കൂടി കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നേരത്തെ ഇവിടെ വെക്കേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ പോണ സമയത്ത് ഞാനിവിടെ ഉണ്ടാവില്ല. നല്ല കാര്യം. അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആയേനെ മേ ബി. സ്നേഹം മാത്രം അതിന് പറയാൻ പറഞ്ഞു. പിന്നെന്താ പിന്നെ എന്താ പറയാ, എല്ലായിടത്തും ഒരു വൈബിന് പറ്റിയ ഒരാളുണ്ടാവുമല്ലോ. അതിവിടെ ഇതായിരുന്നു. ഏകദേശം രാത്രിക്ക് വന്ന എല്ലാ പരിദൂഷണവും പറയുന്ന ആളായിരുന്നു ഇവള് പറയും. ഞാൻ കേട്ടു തലയാട്ടും. എല്ലാ പരിദൂഷണത്തിനും കൂട്ടുവെക്കും. ഐ ഹോസ്റ്റലിൽ എന്തെല്ലാം പരിപാടി ഒപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി. അതാണ് ഗൈസ്, നിങ്ങളെല്ലാം മിസ് ചെയ്തു. ആദ്യമേ വ്ളോഗ് എടുക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറെ സാധനങ്ങൾ കിട്ടിയാണ് നമുക്ക് നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ. സിസ്റ്ററിന് ഞങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. വ്ളോഗ് കണ്ട കുഴപ്പമില്ല. ഞാൻ എന്തായാലും പുറത്തേക്ക് പോവാം, കുഴപ്പമില്ല. ഇവളെ ഒരു മാസം കൂടി ഉണ്ടാവും. അതൊക്കെയാണ് ബൈ വ്ളോഗ്. ബാക്കി സാധനങ്ങളൊക്കെ പറ്റി വെച്ചു കാണിച്ചിട്ട് 5-6 ബാഗുണ്ട്. 5-6 ബാഗുള്ളൂ. ഇല്ല, 2 ബാഗും അതെ 5-6 സഞ്ചികളുമാണ്. സഞ്ചികളൊന്നും വലിയ ചന്തല്ല, എനിക്കങ്ങനെ പറ്റിയില്ല. അതെ, ഞാൻ ഇവിടുന്ന് സകലമായ പെട്ടികൾ എടുത്തോണ്ട് പോണേ. ഷൂവിന്റെ പെട്ടി, കണ്ണിൽ കണ്ട ഓർഡറിന്റെ പെട്ടികളൊക്കെ. എന്താണെന്നറിയാം, എനിക്ക് ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട് വീടിന്റെ റാക്കിന് മുകളിൽ കുറെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇതെല്ലാം കൂടി അമ്മ ലാസ്റ്റ് ആൾക്കാർക്ക് കൊടുത്തു. അതിന് മുന്നേ ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യും ഗൈസ്. എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇടും. യെസ്, DIY നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ എന്തായാലും 2 മാസം വീട്ടിലാണല്ലോ, സോ ടൈമുണ്ട്. ഡെയിലി വ്ളോഗ് ഇറക്കും. നിങ്ങളത് കാണും. അതെ, കണ്ട് സഹിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കമന്റ് അടിച്ച് ഷെയർ ചെയ്യണം. ഗുഡ് നൈറ്റ്. എന്നെ നാളെ കാണാൻ പറ്റില്ല. ജോമിയ അട്ടപ്പാടിക്കാരിയാണ്. അയ്യോ അതേ ഫോൺ അട്ടപ്പാടിക്കാരിയാണ്. അട്ടപ്പാടി പോകുന്നവരൊക്കെ ജോമിനെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ജോമിയ പോയി അട്ടപ്പാടിയൊക്കെ കാണിച്ചിരുന്നു. നിങ്ങൾക്ക് പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അതെ. ഇനി ഫുഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജോമിനെ വെച്ചാൽ മതി. എല്ലും കപ്പയും ബീഫൊക്കെ വയ്ക്കും. അതിന്റെ ഒരു വ്ളോഗ് ഉണ്ടായിരുന്നു ഗൈസ്. അത് ഇതിലിടാൻ പറ്റുന്നില്ല. മതി, നിങ്ങൾക്ക് ബോറടിക്കണല്ലേ. ഗുഡ് നൈറ്റ് ഗൈസ്. നാളെ കാണാം.